നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നെക്സ്റ്റ് ഒരു ആക്ഷൻ നിങ്ങളുടെ പേഴ്സൺ എടുക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരുന്നിട്ട് റീഡിംഗ് കാണാം. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ. ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് നൈറ്റ് ഓഫ് വാൺസ് ആണ്. ഈ ഒരു കാർഡ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അതുപോലെ ഈ റിലേഷൻഷിപ്പിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ അവർ നിങ്ങളിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ലെസ് കോണ്ടാക്റ്റ് ആണെങ്കിൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുഴപ്പങ്ങളൊന്നുമില്ല എങ്കിലും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു കമ്മിറ്റ്മെൻറ്റിലോട്ട് പോകുമോ എന്നുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിലാണ് ഉള്ളത് എന്നാണ് കാണിക്കുന്നത്. അതുപോലെ ഈ ഒരു പേഴ്സണ് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ കോണ്ടാക്റ്റിലോട്ട് വരണം എന്നുള്ളൊരു ആഗ്രഹമുള്ളതായിട്ടാണ് കാണുന്നത്. അങ്ങനൊരു തീരുമാനം അവർ എടുത്തിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ടു ഓഫ് സോർഡ്സ് ആണ്. അവർ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടാണ് ഈ റിലേഷൻഷിപ്പിൽ നിന്നിട്ടുള്ളത്. അല്ലെങ്കിൽ അവർ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് പോകാനുള്ള കാരണം അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ നെക്സ്റ്റ് ഒരു ആക്ഷൻ എടുക്കണം എന്നുള്ളൊരു ഡൗട്ടാണ്. ആ ഒരു ഡൗട്ടിൻ്റെ പുറത്താണ് അവർ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് പോയിട്ടുള്ളത്. അവരുടെ ഫാമിലി ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിന് എതിർപ്പായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്കൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവർക്ക് കേട്ടോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് എന്താണ് മുൻപോട്ടൊരു ഡിസിഷൻ എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ്റെ പുറത്ത് അവർ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് പോയിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഒരു ആക്ഷൻ എടുക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ സംസാരിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അവർക്ക് അതൊരു കൂടുതൽ ഒരു കൺഫ്യൂഷനും ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവർ ഡിസിഷൻ എടുക്കാൻ വേണ്ടി പറ്റാതെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് പോയിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ. ടു ഓഫ് വാൺസ് ആണ്. നിങ്ങൾ തമ്മിൽ ഒരുപാട് അകലെയാണെങ്കിൽ, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻ ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ മിസ് ചെയ്യുന്നു. നിങ്ങളെ എപ്പോഴും കാണാൻ വേണ്ടി പറ്റുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. അവർക്ക് ഭയങ്കരമായിട്ട് ഒരു മിസ്സിങ് ഫീൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ മിസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്താണ്, അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഓക്കെ. പേജ് ഓഫ് കപ്സ് ആണ്. സത്യത്തിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു ഈ റിലേഷൻഷിപ്പിൽ കുറച്ചു മെച്യൂരിറ്റി ആയിട്ട് അല്ലെങ്കിൽ അവർ മെച്യൂർഡ് അല്ല എന്നാണ് കാണിക്കുന്നത്. അതായത് അവർ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ടൊക്കെ പോകുന്നത് ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു ബിഹേവിയറിൻ്റെ പുറത്താണ്. അതായത് റിലേഷൻഷിപ്പിൽ അവർ ഒരു സീരിയസ്നെസ് അല്ലെങ്കിൽ ഒരു സീരിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ നോക്കി കാണുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ആ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് പെട്ടെന്ന് പോകുന്നത്. അല്ലെങ്കിൽ അവരത് ഒരു സീരിയസ് ആയിട്ട് റിലേഷൻഷിപ്പിനെ കാണുമ്പോൾ അവർക്ക് അങ്ങനെ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് പെട്ടെന്ന് പോകാൻ വേണ്ടി പറ്റില്ല. പക്ഷെ അവരങ്ങനെ ഒരു സീരിയസ് ആയിട്ട് കാണാതെ നിൽക്കുന്ന സിറ്റുവേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് പോകുന്നത്. അവർ ചിലപ്പോൾ അവരുടെ ഒരു നാച്ചുറലിനെ അങ്ങനെ ആയിരിക്കാം. അവർ പെട്ടെന്ന് ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ഒരു കാര്യത്തിലൊരു സീരിയസ്നെസ് ഇല്ലായ്മ കാണിക്കുന്ന പേഴ്സണാണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് കാണിക്കുന്നത്. ഓക്കെ. 5 ഓഫ് സോഴ്സ് ആണ്. ഒരു ചീറ്റിംഗ് എനർജിയാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ ചീറ്റ് ചെയ്ത് പോയതാണ് എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കാം. പക്ഷേ അവർ ഈ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി വിട്ടു പോയിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. കാരണം അവർ ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന സിറ്റുവേഷനിൽ അവർക്ക് ഒരു ഭയങ്കരമായിട്ട് മിസ്സിങ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് തന്നെയാണ് അവർക്കുള്ളത്. ഓക്കെ.
നയൻ ഓഫ് വാൺസ് എനർജിയാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഭയപ്പെട്ട് മാറി നിൽക്കുന്നതായിട്ടാണ്. അപ്പോൾ ഫാമിലി സമ്മതിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവർക്കാണെങ്കിൽ അങ്ങനെ അവരുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ ഭയന്ന് മാറി നിൽക്കുന്നതായിരിക്കാം. അതല്ലെങ്കിൽ അവരുടെ ലൈഫിലെ സിറ്റുവേഷൻസ് കാരണം അവരിപ്പോൾ തൽക്കാലം റിലേഷൻഷിപ്പിൽ നിന്ന് അകന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണുന്നത് കേട്ടോ. ക്യൂൻ ഓഫ് സോഴ്സ് എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരിക്കാം. അത് ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം കേട്ടോ ഈ തേർഡ് പാർട്ടി ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഫാമിലി ആയിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങളുടെ സീനിയർ ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കാം. അങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഇടയ്ക്ക് വരുന്ന നിങ്ങളുടെ റിലേഷനെ തടസ്സം സൃഷ്ടിക്കുന്ന ഒരു പേഴ്സൺ എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു റിലേഷൻഷിപ്പായിട്ട് കാണുന്നില്ല. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു പേഴ്സൺ ഉണ്ട്. അത് കാരണമാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു മാനസികമായിട്ടൊരു അകൽച്ച വെച്ച് നിൽക്കുന്നത് എന്നാണ്. അതുതന്നെയാണ് അവരുടെ ഈ ഒരു കൺഫ്യൂഷന് പ്രധാനമായിട്ടുള്ള കാരണം. ഓക്കെ, ആ ഒരു സിറ്റുവേഷനിൽ എന്ത് തീരുമാനം എടുക്കും അല്ലെങ്കിൽ എന്ത് ഡിസിഷൻ എടുത്ത് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളൊരു ഡൗട്ട് നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പ് വിട്ട് കളയാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അവരൊരു ഗിഫ്റ്റ് കിട്ടിയ പോലെ ഈ ഒരു റിലേഷൻഷിപ്പ് അത്രയും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. അവരിത് ഒരിക്കലും ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ മനസ്സ് തയ്യാറല്ല, ഇല്ലെങ്കിൽ അവർ തയ്യാറല്ല. ഈ റിലേഷൻഷിപ്പ് വിട്ട് കളയാൻ അവർക്ക് ആഗ്രഹമില്ല എന്നുള്ളതാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. ഓക്കെ, ടു ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഇതും കൺഫ്യൂഷനാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ്റെ പുറത്താണ് അവരിപ്പോൾ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത്. ഫിനാൻഷ്യലി ചിലപ്പോൾ അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കാം, ഒരു സ്റ്റേബിൾ സിറ്റുവേഷനിലായിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അവർ നേരിടുന്നുണ്ട്. അത് ഈ ഒരു തേർഡ് പാർട്ടിയുടെ എതിർപ്പും കൂടി ആവുമ്പോൾ അവർ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷനിലോട്ട് എത്താൻ വേണ്ടി അവർക്ക് പറ്റാതെ അവർ മാറി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു തീരുമാനം അവർക്കുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, ഏസ് ഓഫ് സോർട്സ് ആണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം, ഒരു ന്യൂ ബിഗിനിങ് വേണമെന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ ഈ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്ത് ഈ ഒരു ഭയന്ന് നിൽക്കുന്ന, കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ മാറി അവരൊരു സ്ട്രോങ് ഡിസിഷനിലോട്ട് വരണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴുള്ളത് എന്നാണ് കാണിക്കുന്നത്. അങ്ങനെ ഒരു ആക്ഷൻ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. ഐ മിസ് യു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ നേരത്തെ ഒരു മിസ്സിങ് എനർജി കണ്ടിട്ടുണ്ടായിരുന്നു, ടു ഓഫ് വാൺസ്. ഈ ഒരു എനർജി തന്നെയാണ് ഇവിടെയും കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ മിസ് ചെയ്യുന്നു, നിങ്ങളുടെ ചിരി മിസ് ചെയ്യുന്നു, നിങ്ങളുടെ കണ്ണുകൾ മിസ് ചെയ്യുന്നു, നിങ്ങളുടെ സംസാരം മിസ് ചെയ്യുന്നു. അവർ സത്യം പറഞ്ഞാൽ അത്രയും ഒരു മിസ്സിങ് എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ അവർ എല്ലാം മിസ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു എന്തൊക്കെ ഉണ്ടായിട്ടും ഒന്നും ഇല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. അവർ ലവ് ഈസ് റിയൽ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത്രയും ഒരു റിയൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അതായത് ഒരു സ്നേഹം എന്ന് പറയുന്നത് റിയൽ ആണ് അവരുടെ. അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും എൻഡായി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. ഏതൊരു സാഹചര്യത്തിലും ഈ ഒരു റിലേഷൻഷിപ്പ് ഒന്നുകൂടി സ്ട്രെങ്തൻ ആവുകയും നിങ്ങൾക്ക് തമ്മിൽ ഒന്നിക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നത്. ഓക്കെ, ഫെയ്ത്ത് എന്നാണ് പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ ഒരു നോക്കൗട്ട് സിറ്റുവേഷനിലോട്ട് പോയിട്ടുള്ളത് വിധിയാണ്. ഈ ഒരു വിധി നിങ്ങൾക്ക് മറികടക്കാൻ വേണ്ടി പറ്റും. ഇപ്പോഴൊരു ഈ ഒരു ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ഈ ഒരു ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നോ കോണ്ടാക്ട് ആയിക്കോട്ടെ, എന്തായാലും ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് വിധിയാണ്. അത് നമുക്ക് മറികടക്കാൻ വേണ്ടി പറ്റും. നമ്മളുടെ റിലേഷൻഷിപ്പിൽ നമുക്കൊന്നുകൂടി സ്ട്രെങ്തൻ ആക്കാനും ഒരു റീയൂണിയനും ഉണ്ടാവും എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്.
സോറി എന്നാണ് പറയുന്നത്. അവർ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് പോയതിന് നിങ്ങളോട് സോറി പറയുന്നു എന്നുള്ളതാണ്. നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് അവർക്ക്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ അവർ നിങ്ങളോട് സോറി പറയുന്നതായിട്ടാണ് കാണിക്കുന്നത്. പാഷൻ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു പാഷൻ തോന്നുന്നു, അട്രാക്ഷൻ തോന്നുന്നു. നിങ്ങളോട് തോന്നുന്ന ആ ഒരു പാഷൻ, അട്രാക്ഷൻ, ഇതൊക്കെ അവർക്ക് കൂടുതൽ ഈ റിലേഷൻഷിപ്പിന് കൂടുതൽ സ്ട്രെങ്ത് കൊടുക്കുന്നു. ഈ റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളൊരു ഇൻറ്റ്യൂഷൻ അവരുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അവർക്ക് നിങ്ങളോട് ഒരു പാഷനാണ് തോന്നുന്നത്, ഒരു അട്രാക്ഷനാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് വിട്ടു പോകണം അല്ലെങ്കിൽ വിട്ടു പോകാൻ അവർക്ക് ഒരിക്കലും മനസ്സ് വരുന്നില്ല. ഈ റിലേഷൻഷിപ്പ് അവർ മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഒരിക്കലും നഷ്ടപ്പെടുത്താൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇൻസെക്യൂർ എന്നാണ് പറയുന്നത്. അവരിപ്പോൾ ഇൻസെക്യൂർ ആണ്. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവർക്ക് മാനസികമായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ അവരെ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഇട്ട് പോയതിന് നിങ്ങൾ അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യും എന്നുള്ളൊരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് കൂടി നോക്കാം. ഗെറ്റ് മോർ ഇൻഫർമേഷൻ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്ത് നിന്നും മെസ്സേജസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് ഒരു റീയൂണിലോട്ട് പോകുന്നതിന്റെ മെസ്സേജസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. യെസ് എന്നാണ് പറയുന്നത്. നിങ്ങളെ റിലേഷൻഷിപ്പ് ഒരു റീയൂണിലോട്ട് പോകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് കൂടുതൽ സ്ട്രെങ്തൻ ആക്കാൻ വേണ്ടി പറ്റും. ഇതൊരു കമ്മിറ്റ്മെന്റിലോട്ടും റീയൂണിയനിലോട്ടും പോകുമെന്നുള്ളതാണ് ഏഞ്ചൽസ് പറയുന്നത്. ഡോൺ സ്റ്റോപ്പ് എന്നാണ് പറയുന്നത്. നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് വിട്ട് മൂവ് ഓൺ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും. അതുകൊണ്ട് നിങ്ങൾ ഈ റിലേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം നിങ്ങൾ ഡോൺ സ്റ്റോപ്പ്, നിങ്ങൾ നിർത്തിക്കളയരുത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. മെയ്, ചതയം 1996, ചോതി, ലെറ്റർ പി, ലെറ്റർ വൈ, ലെറ്റർ എം, മകീര്യം, ലെറ്റർ ഡി, ലെറ്റർ എ, 2001, 1987, 1990, ലെറ്റർ ഇ, ലെറ്റർ ഒ, 1985, മാർച്ച് 1994, രേവതി, ചിത്തിര, അശ്വതി, ലെറ്റർ സി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.